ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന അവസാന പ്രതിയും പുറത്തേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെയാണ് KP ശങ്കരദാസ് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും സ്വാഭാവിക ജാമ്യം തേടിയത്. നേരത്തെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് നടത്തിയ ജാമ്യ നീക്കം കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിന് പിന്നാലെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചത്. ഇതോടെ കേസിലെ എല്ലാ പ്രതികളും പുറത്തിറങ്ങി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അവസാന പ്രതിയും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കേസിൽ ജയിലിൽ കഴിയുന്ന അവസാന പ്രതിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള KP ശങ്കരദാസിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ഒരു ഹർജി പരിഗണിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെയാണ് KP ശങ്കരദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമാണ് ഇപ്പോൾ ശങ്കരദാസിന് സ്വാഭാവിക ജാമ്യം തേടിയിരുന്നത്. എന്തായാലും നേരത്തെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചു നടത്തിയ ജാമ്യ നീക്കമൊക്കെ കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിനു ശേഷം സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചത്. എന്തായാലും ഈ കേസിലുള്ള എല്ലാ പ്രതികളും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവസാന പ്രതിയും പുറത്തിറങ്ങിയതോടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ എല്ലാ പ്രതികളും പുറത്തായിരിക്കുകയാണ്.